ഇതണ്ട ഈ വീഡിയോ കണ്ടില്ലേ? ഇതണ്ട ഏതോ ചെക്കൻ്റെ ഹെൽമെറ്റ്, ഇതൊക്കെ ഫ്ലാറ്റിൽ പുള്ളി പോയി എടുത്ത് വീഡിയോ ആണ്. ഇതിനൊക്കെ എന്താ പറയാനുള്ളത് സഫക്ക്? ഇതിൽ സത്യം ഉണ്ടോ ഇല്ലയോ? സത്യമുണ്ട്, ഞാൻ പറയാം. മാനു ഒരാഴ്ചയായി നമ്മുടെ ഫ്ലാറ്റിൽ ഇല്ല, എൻ്റെ ഫ്ലാറ്റിൽ ഇല്ല, എൻ്റെ കൂടെ ഇല്ല. പുള്ളി ബെഡും കിടക്കൊക്കെ എടുത്ത് പോയതാ, എവിടേക്കോ പോയതാ. ഇത് ഫസ്റ്റ് ലല്ലുമായിട്ട് എന്നെ ഡൗട്ട് അടിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ പറയാ, നിങ്ങൾ 3 ആള് തമ്മിൽ മീൻസ് എനിക്ക് 2 ആളും ഉണ്ട് അത്ര ബന്ധം. എന്താ ഇപ്പൊ പറയാ? എന്നിട്ട് മാനു പറയുന്നത് ഇപ്പൊ എനിക്ക് ഈ ഒരു ബന്ധം ഉണ്ടായതുകൊണ്ടാണ് മാനുവിനെ ഞാൻ ഒഴിവാക്കുന്നത്. നമ്മൾ ഓൾറെഡി മുന്നേ പ്രശ്നമുണ്ട്. മെഹനുമായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മൊത്തത്തിൽ ഒഴിഞ്ഞു പോകാനാണോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇനി വേണ്ട, ലൈഫിൽ വേണ്ട. ഇപ്പം കണ്ടില്ല, ഇപ്പൊ ബാഡ് ആയിട്ടുള്ള ഫോട്ടോസ് അടക്കം ഒരാൾക്ക് അയച്ചു കൊടുത്തിട്ട് അത് തന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതിക്ക് മീഡിയക്ക് മുന്നിൽ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഹസ്ബൻഡിന് ഇനി വേണ്ടാത്തായിരിക്കും നല്ലത്. ഞാൻ ആകെ അങ്ങോട്ട് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞെങ്കിൽ ഈ അടുത്ത് ഇപ്പൊ സ്നാപ്പിന്റെ ഇഷ്യൂ ഉണ്ടായപ്പം ആ ഫോട്ടോസ് എനിക്ക് അയച്ചത് എനിക്ക് അറിയാതെ മാനുവിന്റെ വഴിയാണ് ഫസ്മിനൊക്കെ എത്തിയെന്ന് എനിക്ക് നല്ലോണം അറിയാം. എന്ത് മെസ്സേജ് അയച്ചത്? എടാ മുന്നാര മോനെ, ഫസ്മീനെ പറയുന്ന ഇന്നർവെയർ ഇട്ട ഫോട്ടോ ഞാൻ ലല്ലുവിന് അയച്ചോടാ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ മാർക്ക്. നായേ ചുളുപ്പ് ചീ. യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഇതാണ് സഫ മെഹനു. അതെ അതെ, നമ്മളിങ്ങനെ ഏതൊരു യൂട്യൂബിന്റെ സാധനം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതന്നെ വാർത്ത. ഞാൻ ആദ്യം മുതലേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ മാനു യൂസ് ചെയ്യുന്നുണ്ട്. അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് പിന്നെ യൂസ് ചെയ്യുന്ന ഒരാളാണ് മാനു. അതിനൊക്കെ സപ്പോർട്ട് നിൽക്കുന്ന ഒരാളാണ് മാനുവിന്റെ ഉമ്മ. നമ്മൾ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അത് പറഞ്ഞു കൊടുക്കണം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് അവര് സപ്പോർട്ട് നിൽക്കുന്നുള്ളൊരു ബലത്തിലാണ് മാനു ഇത്ര ധൈര്യത്തിൽ അവിടെ നിൽക്കുന്നത്. എന്തിനവരുണ്ടാവും എന്നുള്ളൊരു ഉറപ്പുണ്ട് മാനുവിന്. കൊച്ചിന്റെ കാര്യം ആലോചിച്ചിട്ടാണ് ഞാനൊന്നും വേറൊന്നും ചെയ്യാത്തത് അങ്ങനെ. പക്ഷെ ഈ പോലീസ് വിളിച്ചിട്ടും വരുന്നില്ല. അപ്പൊ ഈ മറ്റേ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. നിത്യം കുറച്ച് തിരൂരത്തെ പ്രശ്നം ഉണ്ടായപ്പോൾ ഒരു വട്ടമൊക്കെ കൊച്ചിനെ കാണിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുത്തൊക്കെ അയച്ചു. അതിനുശേഷം ഇതുവരെ കുട്ടീനെ കാണണമെന്നോ കുട്ടീനെ കാണാൻ വരട്ടെ എന്നോ കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്നോ. ചെറിയ കൊച്ച് 9 മാസമുള്ള കൊച്ച, ഡയപ്പർ ആവശ്യമുണ്ട് അവന്, ഫുഡ് കുറുക്ക് എന്തൊക്കെ ആവശ്യമുള്ള ഒരു കൊച്ചിന്റെ ചിലവ് എന്താണെന്ന് അറിയാവുന്നല്ലേ. അപ്പൊ അതൊന്നും അന്വേഷിക്കാത്ത ആള് പിന്നെ ഈ മീഡിയക്ക് മുന്നിൽ വന്നിട്ട് സഹതപിക്കേണ്ട കാര്യമില്ല. അതൊന്നുകിൽ എന്നെ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ അഡ്വക്കേറ്റിനെ വിളിച്ച് പറയാം എനിക്ക് കുട്ടീനെ കാണണം അങ്ങനെ പറഞ്ഞ് അപ്പൊ ഞാൻ കാണിക്കും. ഞാൻ കാണിക്കാണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കൊച്ചിന്റെ വാപ്പ തന്നെയാണ് എന്ത് വന്നാലും.